അപ്സര ഔട്ടായപ്പോൾ വലിയ വാർത്തകൾ വരുന്നുണ്ട്. അപ്സരയെ അത് ഒരു വിറ്റല്ലേ ചേട്ടാ, അത് ഭയങ്കര കോമഡിയല്ലേ. അപ്സരയെ കറിവേപ്പിലാക്കിയതല്ലേ അല്ലേ? ചേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു അപ്സരയുടെ ഭർത്താവ് ആൽബി, അദ്ദേഹം ഫാമിലി റൗണ്ടിലേക്ക് പോകുന്നു. ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങേര് തിരിച്ചു വന്നിട്ട് ഒരേ ഷർട്ട് ഇട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടിയെടുത്തുകൊണ്ട് എറണാകുളത്ത് വന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കുകയാണ്, ചാനലിനെ വെളുപ്പിക്കാൻ. അഖിൽമാരറിന് കൊട്ടുന്നു, എന്നെ കൊട്ടുന്നു. കാര്യം ഞങ്ങളാണല്ലോ ഷോയ്ക്കൊക്കെ, ഞങ്ങളൊക്കെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിയിട്ട് പുള്ളി എൻ്റെ ഭാര്യനെ ഇപ്പം ഫൈനൽ 3 എടുക്കുമെന്ന് പറഞ്ഞ് ശ്വാസം വിട്ട് വീട്ടിൽ പോരും. എലിമിനേഷൻ അടിച്ച് കൈ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. സുസ്ഥം ശാന്തം. ഇത് ആരാണ് ബ്രീഫ് ചെയ്തത് എനിക്കറിയാം. നീ പോയി അങ്ങോട്ട് കൂടെ അവന്മാർക്ക് ബാക്കി നമ്മൾ നോക്കിക്കോളാം. തേച്ചല്ല, സത്യമാണ് അൽവിച്ചേട്ടാ ഈ കേൾക്കണതൊക്കെ. അതായിരുന്നു ആ ഒരു തിളപ്പിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അഖിൽമാരാറിനെതിരെ ഡയലോഗ് അടിക്കുക, എന്നിട്ട് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് അഖിൽമാരാർ അങ്ങനെയാണ്, അഖിൽമാരാർ ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ഡയലോഗ് അടിക്കുക. ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ ഒരു ചേതോവികാരമായിരുന്നോ? രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലിരിക്കാണല്ലോ. എന്തിനാ ഔട്ടാക്കി? എന്നോട് ഇപ്പോൾ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതറിയോ? ഇപ്പോൾ ഉള്ള ആളുകൾ ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളിയിൽ പെണ്ണോ പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ആദ്യാക്ഷരം എന്താണ്? ചേട്ടാ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ പേര് പറഞ്ഞു. അല്ല, ആദ്യാക്ഷരം ഞാൻ മുല്ലപ്പൂ. ജാസ്മിനാണ്. അതെ, ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ പൊന്ന് ബിഗ് ബോസ് എണ്ണ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അതോ ഇനി സിബിൻ വെറുതെ തള്ളി വിടുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ജാസ്മിനെതിരെ അവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം പിടിച്ച് പുറത്താക്കും എന്നുള്ളത്. ഇപ്പോൾ സിബിൻ ഇങ്ങനെ പച്ചയ്ക്ക് വന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വസ്തുത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെതിരെ കേസ് കൊടുക്കാം. ഇതിനെതിരെ നിങ്ങൾ എന്തായാലും ആഞ്ഞടിക്കണം കേട്ടോ. സിബിൻ ഇങ്ങനെ പച്ചയ്ക്ക് പറയാണ്, ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ പാടില്ല എന്ന് സിബിനോട് പറഞ്ഞു എന്ന്. എന്തൊക്കെയായി കേൾക്കണേ. അവസാനം ജാസ്മിൻ ഒരു കപ്പ് തന്നെ എന്നുള്ളതാണ് പരിപാടി അല്ലേ? അപ്പൊ ജാസ്മിനെ വെളുപ്പിക്കണമെന്ന ആഗ്രഹം ഇവർക്കുണ്ട്. അതല്ലേ ചേട്ടാ ഇപ്പം നടക്കുന്നത്. ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടിയോട് എന്തിനു അസൂയ ഇല്ല ഒരിക്കലും. അതുള്ളത് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും തോന്നുന്ന ഒരു പരിപാടിയാണ് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം വെച്ചാൽ എല്ലാ എപ്പിസോഡിലും ജാസ്മിൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാലുമാട്ടി മൂക്കിലും കിള്ളി ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജാസ്മിൻ മാത്രമേ ഉള്ളൂ കണ്ടൻറ്റ്. എന്തോന്നറിയ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അതിപ്പം സിബിനല്ല, ആരാണേലും നമുക്ക് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതായത് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ശനി ഞായറെല്ലാം ജാസ്മിൻ മാത്രമേ ഉള്ളൂ. ബാക്കി അവിടെ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരാരെയും വേണ്ട. ജാസ്മിൻ. അതായത് എല്ലാവരും ജാസ്മിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോ കത്തെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് പണ്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവും. ജാസ്മിൻ, നീ അധികം തെറി പറയാൻ പാടില്ല, നല്ല കുട്ടിയായിട്ട് അഭിനയിക്കണം, എങ്കിൽ മാത്രമേ പുറത്ത് നല്ല ആളുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് PR വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രീതിയിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ പുറത്തുള്ള വോട്ടും കൂടെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടുകാർ തെറ്റിദ്ധരിച്ചാലോ, അത് നമുക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ മറ്റൊരു ഓഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് സായിയുമായിട്ടുള്ള ഓഡിയോ അത് ഞാൻ കേട്ടാ. അതിൽ ദിയാസന ഉണ്ട് കേട്ടോ, അത് പുറത്ത് വിട്ടിട്ടില്ല അവൻ. ദിയാസനയുടെ ഓഡിയോ ഇല്ല. ദിയാസന, സായി, വിവി, ഈ പറഞ്ഞ ജാസ്മിന്റെ അച്ഛൻ, ഇവര് 4 പേരുള്ള കോൺവെർസേഷൻ. അതിൽ ദിയാസനയാണ് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അടുത്തൊരു വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓഡിയോ വന്നത്. ആദ്യം സായിയുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തെളിവ് കൊടുത്തു. പിന്നെ സായിയുടെ വൈഫ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. സ്നേഹിച്ച് ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു. അതായത് തെളിവുണ്ടെങ്കിൽ പുറത്ത് വിട്, ജാസ്മിൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ സായി ഏട്ടൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വിട് എന്നൊക്കെ പറഞ്ഞ് എമ്മാതിരി ഡയലോഗ് അടിയായിരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. അതെന്താണെന്ന് ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോഴും അതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സിബിൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് വരെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല കേട്ടോ, നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ സായി ഏട്ടൻ അതിൻ്റെ ഉള്ളിലിരിക്കുകയല്ലേ, സായി ഏട്ടൻ്റെ കുഞ്ഞി പെങ്ങളും പുറത്തു പോയി. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പുറത്ത് പറയണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ജാഫർക്ക നമ്മുടെ സായിനെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് സായി ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും, ഇതേപോലെ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് വെളുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. വെറുതെ ഇങ്ങനെ തെളിവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് മാത്രം പോയാൽ പോരാ അല്ലേ? ഇത് തന്നെയല്ലേ ചേട്ടാ അവർ 2ാമത്തെ ആഴ്ച അകത്ത് വിളിച്ച് പറഞ്ഞ്
ജാസ്മിൻ്റെ അച്ഛൻ വിളിക്കുന്നു, ഹൃദയരോഗത്തിൻ്റെ കാര്യം പറയുന്നു, വെക്കുന്നു. അങ്ങനെ ഹൃദയരോഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല? തീർച്ചയായിട്ടും ബാക്കിയുള്ള എൻ്റെ അച്ഛൻ്റെ 3-ാമത്തെ ദിവസം ഗത്യന്തരമില്ലാതെ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സിബിൻ്റെ അച്ഛന് വയ്യ, അതൊന്നും അവൻ അറിയിക്കണം, എന്നിട്ടും അലോ ചെയ്തില്ല അവർ. അതെന്ത് പരിപാടിയാണ് ബിഗ് ബോസ് എണ്ണ നിങ്ങൾ കാണിച്ചത്? സിബിൻ്റെ അച്ഛന് പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല, ജാസ്മിൻ്റെ അച്ഛന് പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ട് ജാസ്മിൻ ആ കൺഫെഷൻ റൂമിൽ നിന്ന് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നതും കണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ സിബിൻ്റെ അച്ഛന് അസുഖമായുള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടില്ല? പോട്ട്, ഇപ്പോൾ സിബിൻ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ്റെ ഉപ്പയുമായിട്ട് സംസാരിച്ച ആ ഒരു ശബ്ദശകലം നിങ്ങൾ പുറത്തു വിടണം. ഈ സിബിന് പറഞ്ഞതെല്ലാം തട്ടിപ്പാണെന്നുള്ളത് നമുക്ക് അതിലൂടെ തെളിയിക്കാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വിടുന്നില്ല? വിടങ്ങട്ട്, പുറത്തോട്ട് വിട്. എന്നാൽ എനിക്കിത് കിട്ടിയില്ല ആ പ്രിവിലേജ്. പക്ഷേ കുട്ടിക്ക് കിട്ടി. കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ടി വിയിൽ ഒന്ന് പറഞ്ഞു, യൂട്യൂബ് ചാനലിൽ ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗെയിം കളിക്കുന്നത് എന്തിനാ ഈ പ്രിവിലേജ് കൊടുക്കുന്നത്? അത് നമുക്കും മനസ്സിലായ കാര്യമാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. അതായത് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു, ഉപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വരുമ്പം എന്താ പറയുന്നത് അറിയോ? ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ്. ഇങ്ങനെയാണോ പറയുക? അതായത് ഉപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഉപ്പ തന്നെ വിളിച്ച് പറയുക. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുന്നതായിരിക്കും, ഇപ്പം ICU നിന്ന് വിളിച്ച് പറയുന്നതായിരിക്കും. എന്നിട്ട് പറയാണ്, മോളെ എനിക്ക് സുഖമില്ല, നീ അവിടെ നന്നായിട്ട് കളിക്കണം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ സുഖമില്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരുവാ ജാസ്മിൻ. ഗൈസ് ഞാൻ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ എന്നെക്കുറിച്ച് വേണ്ടാത്തത് പറയല്ലേ എന്നും പറഞ്ഞിട്ട് വരുവാണ്. എന്നിട്ട് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ കാര്യം പറയുകയാണ്. അതായത് മാനുഷിക പരിഗണന കാരണമാണ് നമ്മളത് പുറത്തു വിടാത്തതെന്ന്. അതായത് 3 മിനിറ്റുള്ള ശബ്ദശകലം നമ്മളോട് പറയാത്തത് മാനുഷിക പരിഗണന ഉള്ളത് കൊണ്ടാണ്. അതായത് ഉപ്പയ്ക്ക് സുഖമില്ലാത്തത് ഉപ്പ മോളോട് പറയുന്നത് നമ്മൾ കേട്ടാൽ എന്തോ മാനുഷിക പരിഗണനയെല്ലാം തകർന്നടിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ. എന്നിട്ട് ജാസ്മിൻ എണീറ്റ് എന്ന് പറയാണ്, ലാലേട്ടാ 2 ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. ഈ സത്യം പറഞ്ഞുകൊണ്ട് സിബിൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത് വെച്ചിട്ട് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ സിബിൻ പറയുന്ന കാര്യങ്ങളും നമ്മൾ ആ ലൈവിലും വീഡിയോ എപ്പിസോഡിലും എല്ലാം കണ്ടത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ സിബിൻ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആര് വിൻ ചെയ്യണമെന്ന് ആഗ്രഹം? ഇപ്പം നിലവിൽ വിൻ ചെയ്യണം. ഇപ്പം എനിക്ക് അഭിഷേക് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഭിഷേക് ശ്രീകുമാർ ജയിക്കണമെന്ന് എനിക്കുണ്ട്. സിജോയും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. ജിൻഡോയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിൻഡോ ചേട്ടനെ ഇവർ ജയിപ്പിക്കില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതായത് ജിൻഡോ ചേട്ടൻ ജയിക്കാൻ പാടില്ല എന്നും വെളിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ജിൻഡോ ജയിക്കുമെന്ന്. ജിൻഡോനെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എല്ലാവരും ജിൻഡോയുടെ പേരാ പറയുന്നത്. ശ്രീരേഖ ചേച്ചി പറയുന്നു, ശരണ്യ പറയുന്നു, അൻസിബ പറയുന്നു. പക്ഷെ അവർക്ക് സ്ട്രിക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ്, അങ്ങനെ പബ്ലിക്കിൽ പറയരുത്. ജിൻഡോയുടെ പേര് നിങ്ങൾ പറയരുത്. ജിൻഡോനെ ജയിപ്പിച്ച് എങ്ങനെ ശരിയാവും? ജിൻഡോയ്ക്ക് എന്താ കുഴപ്പം? അതെന്താണ് അങ്ങനെ? ജിൻഡോ ജയിച്ചാൽ എന്താ പ്രശ്നം? ജിൻഡോ ജയിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആളെ ജയിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പം ജിൻഡോയാണ് ജയിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ജിൻഡോനെ അടിച്ചു താത്തുക, എന്നിട്ട് ജിൻഡോൻ്റെ സ്ക്രീൻ സ്പേസ് ഒഴിവാക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ഒരു ടിക്കറ്റ് ഫിനാലയിൽ 2 കളി നമ്മുടെ ജിൻഡോ അപ്പം ജയിച്ച്. എന്നിട്ടോ അത് മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഇത്രയും ടാസ്ക് എല്ലാം നടന്നിട്ട് ജിൻഡോ ജയിച്ച ആ 2 ടാസ്ക് മാത്രം മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ജിൻഡോനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്ക്രീൻ സ്പേസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറെ ആൾക്ക് കപ്പ് കൊടുക്കുക എന്നുള്ളത്. അത് ആർക്കാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ജിൻഡോയ്ക്ക് ഇപ്പോൾ അവിടെ സ്പേസ് ഇല്ല. ഇപ്പോൾ സിബിൻ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ ബിഗ് ബോസ് എണ്ണ. എന്താ ചെയ്യുക? ഇല്ലെങ്കിൽ ഇതാ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേനും വലിയ പ്രശ്നങ്ങൾ വരും കേട്ടോ. എന്താ പറയാനാ?